അൽഫോൺസ ഇനത്തിൽപ്പെട്ട ഒരു മാങ്ങ. അത് കഴിച്ചിട്ടുള്ളവര് ചിലരെങ്കിലും ഉണ്ടായിരിക്കും. മാങ്ങകളുടെ രാജാവ്, കിങ് ഓഫ് മാംഗോസ് ആണ് അൽഫോൺസ മാങ്ങയെ കുറിച്ച് പറയാറുള്ളത്. ഒരു പ്രത്യേകതരം രുചി, ഒരു പ്രത്യേകതരം അനുഭൂതി അത് നൽകുന്നതായിട്ട് അത് കഴിക്കുന്നവര് വിശേഷിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഒരു കാര്യം ചിന്തിക്കാം. ഈ മാങ്ങയെ കുറിച്ച്, ഇത് കഴിക്കാതെ അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രജ്ഞന് മാങ്ങയുടെ എല്ലാ കെമിസ്ട്രിയും, അതിന്റെ എല്ലാ ഫിസിക്സും, അതിന്റെ എല്ലാ ഗുണങ്ങളെക്കുറിച്ചും, എല്ലാ ഭൗതികമായിട്ടുള്ള പ്രതിഭാസങ്ങളെക്കുറിച്ചും എല്ലാം ഉണ്ടായിരിക്കുന്നു ആ ശാസ്ത്രജ്ഞന് എന്ന് ധരിക്കുക. ആ ശാസ്ത്രജ്ഞൻ ഒരിക്കലും ഈ മാങ്ങ കഴിച്ചിട്ടില്ല, പക്ഷെ അതിന്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയാം. അപ്പോഴാണ് അദ്ദേഹത്തിന് ഈ മാങ്ങ കഴിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാകുന്നത്. ഈ മാങ്ങ കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പുതുതായിട്ട് എന്തെങ്കിലും അറിവ് ഉണ്ടാകുന്നുണ്ടോ, അതോ അദ്ദേഹത്തിന് അന്ന് വരെ നിലനിന്നിരുന്ന അറിവിനേക്കാൾ മെച്ചമായിട്ടൊന്നും അത് കഴിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്നതാണോ? ശാസ്ത്രത്തെ ചിന്തിപ്പിക്കാൻ ശ്രമിക്കുന്ന വലിയൊരു ചോദ്യമാണിത്. നമ്മളെന്നും ഉത്തരം കണ്ടെത്താത്ത ഒരു ചോദ്യം. ഇത് ശാസ്ത്രത്തിലെ ഒരു എക്സ്പ്ലനേറ്ററി ഗ്യാപ്പ് ആണ് എന്ന് ചിലര് വിശേഷിപ്പിക്കുന്നുണ്ട്. മറ്റു ചിലര് നമ്മുടെ അവബോധത്തിന്റെ തന്നെ ചില പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ബോധത്തെക്കുറിച്ച്, നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് ഉള്ള ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിവ് ഇനിയും വന്നിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇതില് പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്. മാങ്ങ കഴിക്കുക, അൽഫോൺസ മാങ്ങ കഴിക്കുക എന്നുള്ളത് ഒരു ആത്മനിഷ്ഠമായിട്ടുള്ള അനുഭൂതിയാണ്. ഇതിനെ കുറിച്ച് പഠിക്കാൻ ശാസ്ത്രത്തിന് പരിമിതികളുണ്ട്. കാരണം ഈ ആത്മനിഷ്ഠമായിട്ടുള്ള അനുഭൂതി ഓരോരുത്തർക്കും സ്വന്തമാണ്. ഞാൻ അൽഫോൺസ മാങ്ങ കഴിക്കുമ്പോഴുള്ള അനുഭവമല്ല വേറൊരാള് അൽഫോൺസ മാങ്ങ കഴിക്കുമ്പോഴുള്ള അനുഭവം. ഇത് രണ്ടിലും വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമുക്കിതിനെ കുറിച്ച് എങ്ങനെ ഒരു പൊതുധാരണ ഉണ്ടാക്കാം? അൽഫോൺസ മാങ്ങ വിശിഷ്ടമാണ്, നല്ലതാണ്, മധുരമാണ് എന്നൊക്കെ നമുക്ക് ചില വളരെ അവ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയാമെന്നല്ലാതെ ഇതിന്റെ ശരിയായിട്ടുള്ള അനുഭൂതി എങ്ങനെ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും? അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിന് അതിനെ പഠിക്കുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഈ ലിമിറ്റേഷനെയാണ് നമ്മൾ ഈ എക്സ്പ്ലനേറ്ററി ഗ്യാപ്പ് എന്ന് പറയുന്നത്. വാസ്തവത്തില് നമ്മുടെ എല്ലാ അനുഭവങ്ങളും ഇത്തരത്തിലുള്ള ആത്മനിഷ്ഠമായിട്ടുള്ള സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്. എല്ലാം നമ്മൾ ഇത്തരത്തിലുള്ള അനുഭൂതികളിലൂടെയാണ് കിട്ടുന്നത്. പക്ഷെ ഈ അനുഭവം തന്നെ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ഇതാണ് ശാസ്ത്ര ലോകത്തിന്റെ മുന്നിലെ വലിയ പ്രശ്നം. നമുക്കിതിനെക്കുറിച്ച് ചിന്തിക്കാം. നമ്മൾ ഒരു മധുരം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു നിറം കാണുമ്പോൾ, ചുവന്ന നിറം കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു വയറുവേദന അനുഭവിക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഫീലുണ്ട്. ഇങ്ങനെ വാട്ട് ഈസ് ഇറ്റ് ലൈക്ക് നെസ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അൽഫോൺസ മാങ്ങ കഴിക്കുന്നത് പോലെ ഉള്ള ഒരു അനുഭവം വേറൊരു അനുഭവത്തിൽ നിന്നും കിട്ടില്ല. ചുവപ്പ് കാണുന്നതിന് അതിൻ്റെതായിട്ടുള്ള ഒരു അനുഭവമുണ്ട്, അത് വേറൊരു അനുഭവത്തിൽ നിന്നും നമുക്ക് കിട്ടില്ല. അല്ലെങ്കിൽ സംഗീതം കേൾക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു അനുഭവമുണ്ട്, അത് വേറൊരു അനുഭവത്തിൽ നിന്ന് കിട്ടില്ല. അപ്പൊ ഇതിനെല്ലാം there is something to be that എന്നുള്ള എന്തോ അതിനെ നിലനിർത്തുന്ന, ആ അനുഭവത്തെ നിലനിർത്തുന്ന എന്തോ ഉണ്ട് എന്നുള്ള കാര്യം അത് പലപ്പോഴും ഫിലോസഫിയിലാണ് ചർച്ച ചെയ്യാറുള്ളത്. തോമസ് നെഗൽ എന്നുള്ള ഫിലോസഫർ ഒരു വവ്വാലിന്റെ ഉദാഹരണം എടുത്തിട്ട് ആ വവ്വാലായിട്ടിരിക്കുന്നതിന് ഒരു അനുഭവമുണ്ട് എന്ന് പറഞ്ഞു. കാരണം വവ്വാല് നമ്മളെ പോലെ കാണുന്നില്ല, കണ്ണുകൊണ്ട് ഒരു കാഴ്ചയുമില്ല, അത് ബ്ലൈൻഡാണ്. അതേസമയം അത് എക്കോലൊക്കേഷൻ, സൗണ്ട് കൊണ്ട് പരിസരങ്ങളെ മനസ്സിലാക്കുന്നു. ആ സൗണ്ട് അതിന്റെ ബ്രെയിനിൽ അതിന് ഈ പ്രപഞ്ചത്തെ കുറിച്ചൊരു ചിത്രം ഉണ്ടാക്കി കൊടുക്കുന്നു. ആ ഒരു അനുഭവവും നമ്മള് കണ്ണിലൂടെയും കാതിലൂടെയും മൂക്കിലൂടെയുമൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രപഞ്ചവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു മനുഷ്യനായിരിക്കുന്നതിന്റെ ഒരു ഫീലും ഒരു വവ്വാലായിട്ടിരിക്കുന്നതിന്റെ ഒരു ഫീലും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ വാട്ട് ഈസ് ഇറ്റ് ടു ബി ലൈക്ക് എ ബാറ്റ് എന്നാണ് നെഗൽ ചോദിച്ചത്. ഇന്ന് ഫിലോസഫിയിലും ന്യൂറോ സയൻസിലുമൊക്കെ ഈ നെഗലിന്റെ ഈ ഡിസ്ക്രിപ്ഷൻ, ബോധം എന്താണ്, അവബോധം എന്താണ് എന്നുള്ളതിന് വാട്ട് ഈസ് ഇറ്റ് ടു ബി എന്നുള്ള ഒരു ഡെഫിനിഷനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അതിനെ ഇന്ന് അംഗീകരിച്ചിട്ടുണ്ട്. അതിനെ ഫിനോമിനൽ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ അനുഭവപരമായിട്ടുള്ള ബോധം എന്നുള്ള കാര്യത്തിലൂടെ പറയുന്നുണ്ട്. ഇതിനെ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ അനുഭവത്തെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത്.
ഈ അനുഭവങ്ങളെ, ആത്മനിഷ്ഠമായിട്ടുള്ള അനുഭവങ്ങളെ ക്വാളിയ എന്നുള്ള ഒരു പദം കൊണ്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് എന്തൊക്കെ അറിഞ്ഞാലും അത് അനുഭവിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അതിനെയാണ് ക്വാളിയ എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് അതിന്റെ അറ്റോമിക് ലെവലില്, മോളിക്കുലർ ലെവലില്, അതിന്റെ കെമിക്കൽ ബോണ്ടിങ്, അതിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, സ്ട്രക്ചേഴ്സ്, ഇതെല്ലാം അറിഞ്ഞാലും ഒരു കാര്യത്തെ മനസ്സിലാക്കണമെങ്കിൽ അവസാനത്തെ ഗ്യാപ്പ് അത് ക്വാളിയയാണ് എന്ന് പറയും. ഈ ക്വാളിയയെക്കുറിച്ച് ആണ് ഒരുപാട് ചർച്ചകൾ ഇന്നുണ്ടാകുന്നത്. വാസ്തവത്തിൽ ഈ ക്വാളിയയെക്കുറിച്ച് ഇതുവരെ ശാസ്ത്രത്തിന് അങ്ങനെ ഒരു ഫിസിക്കൽ മോഡൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഫിസിക്കൽ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ഒരു മോഡലിന് അത് വഴങ്ങുന്നതല്ല. കാരണം ഭൗതികമായിട്ടുള്ള മോഡലുകൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന നോളേജാണ്, നമുക്ക് പരസ്പരം കൈമാറാൻ പറ്റുന്ന ജ്ഞാനമാണ്. അത്തരം കൈമാറാൻ പറ്റുന്ന ജ്ഞാനമല്ല ഈ ക്വാളിയയിൽ നിൽക്കുന്നത്. എന്നാൽ നമ്മൾ ഈ ലോകം മുഴുവനും കാണുന്നത് നിറങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയും സുഗന്ധത്തിലൂടെയും സ്പർശത്തിലൂടെയും ഉള്ള അനുഭൂതിയിലൂടെയാണ്. നമ്മൾ ശാസ്ത്ര നിഗമനങ്ങൾ തന്നെ ഉണ്ടാക്കുന്നത് ഈ ആത്മനിഷ്ഠമായിട്ടുള്ള ക്വാളിറ്റി എക്സ്പീരിയൻസിലൂടെയാണ്. ബ്രെയിനിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു ബ്രെയിൻ സ്കാന് ഒരു ന്യൂറോ സയന്റിസ്റ്റിന്റെ മുന്നിൽ കാണുമ്പോൾ അത് കാഴ്ചയുടെ അനുഭൂതിയിലൂടെയാണ് അതുപോലും മനസ്സിലാക്കുന്നത്. അതിനെ പിന്നീട് വെർബലൈസ് ചെയ്യുന്നുണ്ട്, അതിനെ വാക്കുകളാക്കി മാറ്റി മറ്റുള്ളവരിൽ പകർന്നു കൊടുക്കുന്ന രീതിയിലുള്ള ജ്ഞാനമാക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ തുടക്കം ഈ എക്സ്പീരിയൻസ് ആണ്, സബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. അപ്പൊ ഈ തുടക്കം എവിടെയും നിൽക്കുന്നത് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിലാണ്. ആ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മുടെ എല്ലാ ജ്ഞാനവും ഉദിക്കുന്നത്. എന്നാൽ ഈ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിനെ കുറിച്ച് നമുക്ക് ശാസ്ത്രീയമായിട്ട് അതിനെ വിവരിക്കാൻ സാധിക്കുന്നില്ല, അതിനൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല. ഫിസിക്കൽ ലോസ് വെച്ചിട്ട് നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനെ വേറൊരു പ്രസിദ്ധനായിട്ടുള്ള ഫിലോസഫർ ഡേവിഡ് ചാൽമേഴ്സ് 1990കളിൽ ഇതിനെ ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുകയുണ്ടായി. നമ്മുടെ ബ്രെയിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, നമ്മുടെ ബ്രെയിൻ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഏത് ഭാഗങ്ങളൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം നമുക്ക് അറിവുകൾ ഉണ്ടാകുന്നു. എന്നാൽ ഈ അനുഭൂതി, ചുവപ്പിന്റെ ചുവപ്പ് അല്ലെങ്കിൽ മധുരത്തിന്റെ മാധുര്യം എന്നുള്ള അനുഭൂതി നമ്മൾക്ക് എങ്ങനെ ഉണ്ടാകുന്നു, ആ ബ്രെയിൻ ഫങ്ഷൻസിൽ നിന്ന് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവില്ല. വാസ്തവത്തിൽ നമ്മൾ ആറ്റംസും മോളിക്യൂൾസും എല്ലാമാണ് പുറത്തു നിൽക്കുന്നത്, ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്നത്. ഒരു പൂവ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ആറ്റംസും മോളിക്യൂൾസും കെമിക്കൽസിനെ കുറിച്ചെല്ലാം നമുക്ക് ധാരണ ഉണ്ടാക്കാം. പക്ഷെ ആ ആറ്റമിന്റെ ചാർജിലോ മാസിലോ സ്പിന്നിലോ മൊമെന്റത്തിലോ ഒന്നും നമുക്ക് ഈ ചുവപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ ചുവപ്പ് എന്നുള്ള അനുഭൂതി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഫിസിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസിൽ നിന്ന് നമുക്ക് അനുമാനിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇതാണ് എക്സ്പ്ലനേറ്ററി ഗ്യാപ്പ് അല്ലെങ്കിൽ ക്വാളിയ എന്ന് പറയുന്ന കാര്യം. ഇനി മറ്റൊരു ചിന്താ പരീക്ഷണം, നേരത്തെ പറഞ്ഞ അൽഫോൺസയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു ചിന്താ പരീക്ഷണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രസിദ്ധമായിട്ടുള്ള തോട്ട് എക്സ്പെരിമെന്റ് മേരി ദ ബ്ലൈൻഡ് സയന്റിസ്റ്റിനെ കുറിച്ചാണ്. മേരി എന്ന് പറയുന്ന ഒരു കളർ സയന്റിസ്റ്റ്, കളറിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രജ്ഞ. അവര് അന്ധയാണ്, ജന്മനാൽ അന്ധയാണ്. പക്ഷെ അവര് കളറിനെ കുറിച്ചുള്ള എല്ലാ അറിവുകളും അവര് സ്വായത്തമാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വേവ് ലെങ്തിനെ കുറിച്ചും ലൈറ്റിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചും അത് നമ്മുടെ കണ്ണിന്റെ റെറ്റിനയിലൂടെ എങ്ങനെ അകത്തേക്ക് കടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചും അത് എങ്ങനെ ബ്രെയിൻ പ്രോസസ് ചെയ്യുന്നു എന്നുള്ളതും അതെങ്ങനെ കളേഴ്സ് ആക്കി മാറ്റുന്നു, അതായത് റെഡ് ഗ്രീൻ തുടങ്ങിയ കളേഴ്സ് ആക്കി മാറ്റുന്നു എന്നുള്ളതിനെ കുറിച്ചെല്ലാം ഈ ശാസ്ത്രജ്ഞയ്ക്ക് എല്ലാ ലോകത്ത് നമുക്ക് കിട്ടാവുന്ന എല്ലാ അറിവുകളും ആ ശാസ്ത്രജ്ഞയ്ക്കുണ്ട്. പക്ഷെ അവര് ജീവിതത്തിൽ ഈ നിറങ്ങള് കണ്ടിട്ടില്ല. അപ്പോഴാണ് ഒരു പുതിയ സർജറി, ഒരു ട്രീറ്റ്മെന്റ് വരികയും ഇവരുടെ കാഴ്ച സാധ്യമാക്കുകയും ചെയ്യുന്നു. ഇവര് ജീവിക്കുന്ന കെട്ടിടത്തിന് പുറത്തു പോയിട്ട് ആദ്യമായിട്ട് കണ്ണു തുറന്ന് പ്രപഞ്ചത്തെ കാണുന്നു, ഈ നിറങ്ങളെ കാണുന്നു. ചോദ്യം ഇതാണ്, ഈ ശാസ്ത്രജ്ഞയ്ക്ക് പുതിയൊരു അറിവ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? കാര്യം നിറങ്ങളെ കുറിച്ചുള്ള എല്ലാ അറിവുകളും, പ്രപഞ്ചത്തിലെ എല്ലാ അറിവുകളും അവരിൽ ഉണ്ട്. അവരിത് കാണുന്നതിന് മുമ്പ് തന്നെ എല്ലാ അറിവുകളും ഉണ്ട്. ഇവര് ആദ്യമായിട്ട് ഇത് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആക്കി മാറ്റുമ്പോൾ, ഇവരുടെ ആത്മനിഷ്ഠമായിട്ടുള്ള അനുഭവത്തിൽ വരുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും പുതുതായിട്ട് കിട്ടുന്നുണ്ടോ, പുതിയൊരു അറിവ് കിട്ടുന്നുണ്ടോ? പൊതുവിൽ ശാസ്ത്രലോകം പറയുന്നത് പുതിയതായിട്ടൊരു അറിവ് ഉണ്ടാകുന്നുണ്ട്. അതാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ക്വാളിയ. ഇതിനെ എതിർക്കുന്നവരുമുണ്ട്.
അവർക്ക് പുതുതായിട്ടുള്ള ഒരു അറിവ് ഉണ്ടാകുന്നില്ല. അവർക്ക് ഉള്ള അറിവ് വേറൊരു രീതിയിൽ കിട്ടുന്നുണ്ടെന്ന് മാത്രമേ നമുക്ക് ധരിക്കാൻ പറ്റൂ എന്ന് ഒരു കൂട്ടം ശാസ്ത്രജ്ഞര്, ചെറിയൊരു ഇന്ന് നമുക്ക് മൈനോറിറ്റി എന്ന് പറയുന്ന ഒരു ശാസ്ത്ര ലോക കൂട്ടം അങ്ങനെ പറയുന്നുണ്ട്. ചിലര് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കോളിയാക്സ് എന്ന് പറയുന്നത് ഒരു മിഥ്യയാണ് എന്ന് പറയുന്നു. കോളിയ മിഥ്യയാണെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം, അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ, നമ്മുടെ ബോധത്തിന്റെ തുടക്കം തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ അറിവിന്റെയും തുടക്കം തന്നെ, എല്ലാ അവയർനെസിന്റെയും തുടക്കം, എല്ലാ എക്സ്പീരിയൻസിന്റെയും തുടക്കം ഈ കോളിയയാണ്. കോളിയ ഒരു മിഥ്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോധം തന്നെ മിഥ്യയാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയുന്നവരുമുണ്ട്, ബോധം മിഥ്യയാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം, ഈ ബോധത്തിലൂടെയാണ് ആ ബോധം മിഥ്യയാണ് എന്ന് സമർത്ഥിക്കുന്നത്. നമ്മുടെ കോൺഷ്യസ്നെസ് ഇല്ല, അതൊരു ഇല്യൂഷൻ ആണെന്ന് പറയാൻ പോലും നമുക്ക് കോൺഷ്യസ്നെസിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ ഒരു സെൽഫ് ഡിഫീറ്റിംഗ് ആർഗ്യുമെന്റ് ആണ് കോളിയ ഇല്ല എന്ന് പറയുന്നതും അതിനെ വിപുലീകരിച്ച് കോൺഷ്യസ്നെസ് തന്നെ ഇല്ല എന്ന് പറയുന്നതും. അത് ഈ 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വികലമായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സാണ്. അതായത് നമ്മുടെ മനുഷ്യരാശിയിൽ പ്രാചീന കാലം മുതൽ ഇന്ന് വരെ നിലനിന്നിട്ടുള്ള, നമ്മൾ തള്ളിക്കളഞ്ഞതും ഉൾക്കൊണ്ടതുമായിട്ട് ഇന്നും നിലനിർത്തുന്നതുമായിട്ടുള്ള പല ചിന്തകളുമുണ്ട്. ആ ചിന്തകളിൽ ഒന്നുമില്ലാത്ത ഏറ്റവും വികലമായിട്ടുള്ള ചിന്തയാണ് ഈ കോൺഷ്യസ്നെസ് തന്നെ, ഈ അവയർനെസ് തന്നെ, എക്സ്പീരിയൻസ് തന്നെ ഇല്ല എന്ന് പറയുന്നത്. പക്ഷെ അതിനെ പ്രേരിപ്പിക്കുന്നത്, അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത് ശാസ്ത്രജ്ഞന്മാർക്ക് ഇത് ഫിസിക്കൽ ലോസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ഇതിന് പ്രേരിപ്പിക്കുന്നത്, നമുക്ക് മെറ്റീരിയലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളും ഫിസിക്കൽ ലോസും വെച്ച് നമുക്ക് കോളിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. ആത്മനിഷ്ഠമായിട്ടുള്ള ജ്ഞാനത്തെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് കോൺഷ്യസ്നെസ്സിനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് കോൺഷ്യസ്നെസ് ഇല്ല എന്ന് പറയുക. നമ്മുടെ മുന്നില് ഇന്ന് ചോദ്യം, ഈ കോളിയെ കുറിച്ച് ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇന്ന് അതിനുവേണ്ടി ചില ശാസ്ത്രജ്ഞന്മാര് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവിടെ അതിനെ ശ്രമിക്കുമ്പോൾ ഫിസിക്കൽ ലോസ് വെച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ധാരണ മുൻനിർത്തി കോളിയ എന്നുള്ളതും കോൺഷ്യസ്നെസ് എന്നുള്ളതും ഈ പ്രപഞ്ചത്തിന്റെ എന്തോ അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുതകളാണ്. അത് ഈ ഫിസിക്കൽ എൻറ്റിറ്റീസിനെ, നമ്മുടെ ദ്രവ്യത്തെയും ഊർജത്തെയും ആസ്പദമാക്കിയിട്ടല്ല നിലനിർത്തുന്നത്. അതിനും അതീതമായിട്ടുള്ള ചില ഫാക്ടേഴ്സ് ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്റഗ്രേറ്റഡ് ഇൻഫർമേഷൻ തിയറി എന്നുള്ള ഒരു കോൺഷ്യസ്നെസ് തിയറി കോളിയ അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിനെ ഒരു ഫണ്ടമെന്റൽ ഫീച്ചറായി, വേറെ ഏതിനെയും കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത, അത് സ്വയം നിലനിൽക്കുന്ന ഒരു കാര്യമായിട്ട് കരുതിക്കൊണ്ട്, ഒരു ഫണ്ടമെന്റൽ ഫീച്ചർ ഓഫ് അവർ റിയാലിറ്റി ആയിട്ട് കണ്ടുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു ഫ്രഞ്ച് ആയിട്ടുള്ള തോട്ടല്ല, വളരെ ഇന്ന് പ്രഗത്ഭരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാര് ആ രീതിയിൽ ആ പഠനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ന്യൂറോ സയൻസിനെ കുറിച്ച് ഇന്ന് നമുക്ക് വലിയ കാഴ്ചപ്പാടുണ്ടാക്കി തന്നിട്ടുള്ള അവരിൽ ഒരാള് ക്രിസ്റ്റഫ് കോക്ക് എന്ന ശാസ്ത്രജ്ഞനാണ്. ന്യൂറൽ കോറിലേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്തത് അദ്ദേഹവും ഫ്രാൻസിസ് ക്രിക്ക്, നമ്മുടെ DNA-യുടെ ഡബിൾ ഹെലിക്സിനെ ഡിസ്ക്രൈബ് ചെയ്ത ഫ്രാൻസിസ് ക്രിക്കും ക്രിസ്റ്റഫ് കോക്കും കൂടി ചേർന്നിട്ടാണ് ന്യൂറൽ കോറിലേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് വിവരിക്കുന്നത്. അപ്പം അദ്ദേഹത്തെ പോലുള്ള ശാസ്ത്രജ്ഞന്മാര് ഇന്ന് ശ്രമിക്കുന്നത് ഈ ആത്മനിഷ്ഠമായിട്ടുള്ള അനുഭൂതി കോളിയ എന്നുള്ളത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുമോ, അതിനെ ശാസ്ത്രീയമായിട്ട് പഠന വിധേയമാക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യമാണ്. ശാസ്ത്രം ഇത്രയും കാലം ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. കാരണം ഇതിനെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിനെ എപ്പോഴും മാറ്റി നിർത്തിയിട്ടാണ് ശാസ്ത്രം കാര്യങ്ങളെ ഗ്രഹിക്കാനും എക്സ്പ്ലെയിൻ ചെയ്യാനും ശ്രമിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ശാസ്ത്ര പഠനത്തിന് വിധേയമാകുന്നതിന് പരിധികൾ ഉള്ളത് കൊണ്ടായിരിക്കാം സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിനെ തന്നെ ഒഴിവാക്കിയത്. എല്ലാം ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ഒബ്ജക്റ്റീവ് ആയിരിക്കുമ്പോഴും അതൊരു മിസ്നോമറാണ്. സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതല്ല ഒബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്. സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ് എല്ലാ ജ്ഞാനത്തിന്റെയും തുടക്കം. പലപ്പോഴും ഇതിനെ എതിർക്കുന്നവര്, കോളിയെ എതിർക്കുന്നവര്, കോൺഷ്യസ്നെസ്സിനെ എതിർക്കുന്നവര് മറന്നുപോകുന്ന കാര്യം, നമ്മുടെ തുടക്കം, നമ്മുടെ എല്ലാ ആദ്യത്തെ ഡേറ്റം എന്ന് പറയുന്നത് നമ്മുടെ ആത്മനിഷ്ഠമായിട്ടുള്ള അനുഭവമാണ്. അപ്പം അതിനെ അറിയുന്നില്ലെങ്കിൽ നമുക്കൊരു എക്സ്പ്ലനേറ്ററി ഗ്യാപ്പ്, നമ്മുടെ റിയാലിറ്റിയെ കുറിച്ചുള്ള അറിവിൽ ഒരു എക്സ്പ്ലനേറ്ററി ഗ്യാപ്പ് എപ്പോഴും നിലനിൽക്കും. ആ ഒരു എക്സ്പ്ലനേറ്ററി ഗ്യാപ്പിനെ നികത്തണമെങ്കിൽ, നമ്മുടെ പ്രപഞ്ചത്തെ കുറിച്ചുള്ള ജ്ഞാനം പൂർണ്ണമാകണമെങ്കിൽ കോളിയെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിവുണ്ടാകണം. കോളിയെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കണം. ഒരുപക്ഷെ അത് ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലായിരിക്കാം. ഭാരതീയമായിട്ടുള്ള തത്വചിന്തകൾ
അതിനെ നമുക്ക് ഒബ്ജക്റ്റീവൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇതിനെ ശങ്കരാചാര്യര് പറയുന്നത് നേതി നേതി എന്നാണ്. നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ല. ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് ഫെയ്മാൻ എന്നുള്ള ഫിസിസിസ്റ്റ് റിച്ചാർഡ് ഫെയ്മാൻ പറഞ്ഞതുപോലെ ക്വാണ്ടം ഫിസിക്സ് എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത്. ഏതാണ്ട് അതേ രീതിയിൽ ശങ്കരാചാര്യര് ആത്മനിഷ്ഠമായിട്ടുള്ള ബോധം അത് ഇന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല. ശ്രീ ബുദ്ധൻ ഇതിനെ ചതുഷ്കോടി വിനിർമുക്ത, 4 കോർണേഡ് നെഗേഷൻ, ഏതെല്ലാം രീതിയിൽ അത് ഉള്ളതാണ് എന്ന് പറഞ്ഞാലും അതല്ല. ഉള്ളതെന്ന് പറഞ്ഞാലും അത് ശരിയല്ല, ഇല്ല എന്ന് പറഞ്ഞാലും ശരിയല്ല, ഒരേ സമയത്ത് ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞാലും ശരിയല്ല എന്നുള്ള രീതിയിൽ പോകുന്നതാണ് ഈ ചതുഷ്കോടി വിനിർമുക്തം. എല്ലാ രീതിയിലും നെഗേറ്റ് ചെയ്യുക. ഒരുപക്ഷെ ഈ തത്വചിന്തയിലേക്ക് നമുക്ക് വരേണ്ടിയിരിക്കും. കാരണം ഈ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പോൾ അത് ഒബ്ജക്റ്റീവൈസ് ചെയ്യുന്നതിൽ, അതിനെ ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള തിയറി നിർമ്മിക്കുന്നതിൽ പ്രയാസമുണ്ടായിരിക്കും. പക്ഷെ എന്നാലും ശാസ്ത്രലോകം അതിലേക്കുള്ള ഒരു വഴി തുറക്കാൻ ഉള്ള ശ്രമമാണ്. ഇന്ന് ഫിസിസിസ്റ്റുകൾ പോലും ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഫിസിക്സ് ഓഫ് ദ ഫസ്റ്റ് പേഴ്സൺ എന്നുള്ള ഒരു സബ് ഡിസിപ്ലിൻ തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ക്വാളിയ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ജ്ഞാനം അത് ഇന്നത്തെ ഒരു ശാസ്ത്ര മോഡൽ അല്ലെങ്കിലും അതിനെക്കുറിച്ചുള്ള ഒരു ഏതെങ്കിലും രീതിയിലുള്ള ഒരു മോഡൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.